ഇപ്പോൾ കോപ്പൻഹേഗനിലാണ്. ഡെൻമാർക്കിന്റെ തലസ്ഥാനവും സാംസ്കാരിക നഗരവുമായ കോപ്പൻഹേഗനിൽ ഏറെ ചരിത്രമുള്ള ഈ നഗരത്തിലെ നൈഹാവൻ എന്ന കനാൽ തീരത്തെ ഹാപ്പനിംഗ് ഏരിയയിലൂടെ നടക്കുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. കനാലിന്റെ തീരത്തെ കല്ലുപാകിയ വഴികളിൽ മുഴുവൻ റെസ്റ്റോറന്റുകൾ. ഒരു ബോട്ടിങ്ങിനാണ് ഞങ്ങൾ അടുത്തതായി പോകുന്നത്. അതിനുള്ള ടിക്കറ്റൊക്കെ എടുത്തു ചെല്ലുമ്പോൾ ബോട്ട് റെഡിയാണ്. എന്റെ കൂടെ 31 പേർ കൂടിയുണ്ട്. ബോട്ടിലേക്ക് ചെന്നു കയറി. ഏതാനും മിനിറ്റുകൾക്കകം ബോട്ട് പുറപ്പെടും. കനാലിന്റെ രണ്ടു ഭാഗത്തും വൈകുന്നേരമാകുമ്പോൾ ആളുകൾ വന്നു നിറയുന്നു. കാറ്റുകൊള്ളാനും കഥ പറഞ്ഞിരിക്കാനും വരുന്നവർ. വൃത്തിയെക്കുറിച്ച് പറയുന്ന ബോർഡുകൾ. ബോട്ട് പുറപ്പെടുകയായി. കൃത്യസമയത്ത് തന്നെ ഇവയൊക്കെ യാത്ര പുറപ്പെടും. ഒരു ഡ്രൈവറും ഗൈഡുമുണ്ട് ബോട്ടിൽ. വളരെ നീളമുള്ള ബോട്ടാണിത്. അതിനെ ഈ കനാലിൽ വിദഗ്ധമായി തിരിച്ചെടുക്കുന്നത് ഒരു ചടങ്ങ് തന്നെയാണ്. ഡ്രൈവറുടെ സ്ഥിരം അഭ്യാസമാണല്ലോ. അതിനാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അദ്ദേഹം അത് തിരിച്ചു. ഇനി ഈ കനാലിലൂടെ നേരെ പോയി മറ്റൊരു വലിയ കനാലിലേക്ക് കയറും. പല കനാലുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് കോപ്പൻഹേഗനിൽ. അതിനാൽ കനാലിലൂടെ ഒരു ബോട്ട് ക്രൂസ് നടത്തിയാൽ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലൂടെയെല്ലാം കടന്നുപോകാം. ചരിത്രസ്ഥലങ്ങളും പുതിയ കാലത്തെ നിർമ്മിതികളും സാംസ്കാരിക കേന്ദ്രങ്ങളും ലൈബ്രറികളും എല്ലാമുണ്ട് കനാലുകളുടെ ഇരുകരകളിലുമായി. പണ്ട് ചരക്കുകളുമായി ധാരാളം പായ്ക്കപ്പലുകൾ കോപ്പൻഹേഗനിലേക്ക് വന്നു കയറിയിരുന്നത് ഇത്തരം കനാലുകളിലൂടെയാണ്. ഈ കിടക്കുന്ന ചെറിയ കപ്പലുകൾ പോലെ അവ തീരങ്ങളിൽ അടുത്തു കിടന്നിരുന്നു. സ്പൈസസ്, സ്വർണം, അമൂല്യ വസ്തുക്കൾ, ഖനിജങ്ങൾ എന്നിവയൊക്കെ ആ കപ്പലുകളിൽ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അക്കാലത്ത് ട്രേഡിംഗിന്റെ സ്ഥാപനങ്ങളും മറ്റുമായിരുന്നു കരയ്ക്ക് കാണുന്ന ഇത്തരം കെട്ടിടങ്ങൾ. ട്രേഡ് ഹൗസുകൾ, ഗോഡൌണുകൾ, ഓഫീസുകൾ എന്നിവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വ്യാപാരത്തിലൂടെ സമ്പന്നരായവരും കപ്പൽ മുതലാളിമാരുമൊക്കെ താമസിച്ചിരുന്ന വീടുകളും. ആ കെട്ടിടങ്ങളുടെയൊക്കെ താഴത്തെ നിലകൾ മുഴുവൻ ഇപ്പോൾ റെസ്റ്റോറന്റുകളായി മാറിയിരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് നൈഹാവനെ നല്ലൊരു പോർട്ടാക്കി വളർത്തിയെടുക്കുന്നത്. തുടർന്ന് ഡെൻമാർക്കിലെ തന്നെ ഏറ്റവും മികച്ച പോർട്ടായി ഇവിടം മാറി. പഴഞ്ചൻ ബോട്ടുകൾ കിടക്കുന്നു. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് തോന്നുന്ന ജലവാഹനങ്ങൾ. അതിലൊക്കെ ഡെൻമാർക്കിന്റെ പതാകയുണ്ട്. പിന്നിലെ ആ ക്ലാസിക് കെട്ടിടങ്ങളാണ് ഈ നഗരഭാഗത്തിന് പ്രത്യേകമായൊരു ഫീൽ നൽകുന്നത്. കനാലിൽ കിടക്കുന്ന പായ്ക്കപ്പലുകളും കൂടി ചേരുമ്പോൾ നമ്മൾ 1 നൂറ്റാണ്ട് പിന്നിലേക്ക് സഞ്ചരിച്ചതുപോലെ തോന്നും. 2-3 നൂറ്റാണ്ടുകൾക്ക് മുൻപും ഇവിടം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ കനാലിലെ ബോട്ട് ക്രൂസിൽ ഒരു പ്രധാന ആക്ടിവിറ്റി ഇതാണ്: ഉരുക്കുപാലം. അതിനടിയിലൂടെ ഈ ബോട്ട് എങ്ങനെ കടന്നു പോകുമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. എല്ലാവരും ഒന്ന് കുനിയാൻ പറഞ്ഞു ഗൈഡ്. ഞങ്ങൾ കുനിഞ്ഞു. കുനിഞ്ഞില്ലെങ്കിൽ തല തകർന്നു പോയേനെ. ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി പാലങ്ങളുണ്ട്. ഉരുക്കിന്റെ പാലമാണ്. എല്ലാ പാലങ്ങളും പൊക്കം നന്നേ കുറഞ്ഞവയാണ്. വേലിയേറ്റ സമയത്താകട്ടെ പൊക്കം വീണ്ടും കുറയും. ഇത്തരം ബോട്ടുകൾ ആ പാലം കടന്നു പോകില്ല. അത് ഇവിടം വരെയേ വരൂ. യാത്ര തുടരുമ്പോൾ കനാലിന്റെ ഇരുവശത്തും വലിയ കെട്ടിട നിര തന്നെയാണ് കാഴ്ച. പണ്ടുകാലത്തെ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ വരെയുണ്ട്. ഇക്കാണുന്ന മഞ്ഞക്കെട്ടിടം നൈഹാവൻ ഹോട്ടലാണ്. അതിന്റെ മുന്നിലും പഴയൊരു ബോട്ട് കിടപ്പുണ്ട്. നൈഹാവൻ ഹോട്ടൽ പിന്നിടുന്നതോടെ ബോട്ട് വലിയൊരു കനാലിലേക്ക് കയറുന്നു. ഇന്നർ ഹാർബർ എന്ന ഒരു ഭാഗമാണിത്. കോപ്പൻഹേഗൻ ഹാർബറിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഇന്നർ ഹാർബർ. ഇവിടെ ഒരു പാലമുണ്ട്. ഇന്റർ ഹാവൻസ് ബ്രോവൻ എന്ന പാലം. അത് കിടക്കുമ്പോൾ ചതുരാകൃതിയിൽ പ്രത്യേക രൂപമുള്ള ഒരു കെട്ടിടം കാണാം. പ്ലേ ഹൗസ് തിയേറ്ററാണത്. റോയൽ ഡാനിഷ് പ്ലേ ഹൗസ് എന്ന് അതറിയപ്പെടുന്നു. 1 നൂറ്റാണ്ടായി ഡെൻമാർക്കിന്റെ റോയൽ തിയേറ്റർ പ്രവർത്തിച്ചിരുന്നത് അവിടെ തന്നെയാണ്. അതിന്റെ മറുകരയിൽ വ്യത്യസ്ത രൂപമുള്ള ഒരു കെട്ടിട സമുച്ചയം കാണാം. പാപ്പിറോൺ എന്ന പുതിയൊരു പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണത്. ഹൗസിംഗ് യൂണിറ്റുകളും ഓഫീസ് സമുച്ചയങ്ങളും എല്ലാമുണ്ട് പാപ്പിറോണിൽ. പേപ്പർ ഐലൻഡ് എന്നറിയപ്പെടുന്ന ചെറിയൊരു ദ്വീപിലാണ് അത് നിൽക്കുന്നത്. കൊച്ചിയിലെ കായൽ പോലെ വിശാലമായി കിടക്കുകയാണ് ഈ ഭാഗത്ത് കനാൽ.
അതിലൂടെ അങ്ങനെ യാത്ര തുടരുമ്പോൾ മുന്നിൽ വ്യത്യസ്ത രൂപമുള്ള ഒരു മോഡേൺ ബിൽഡിംഗ് കാണാം. അതിവിടുത്തെ ഓപ്പറ ഹൗസ് ആണ്. ഈ നാട്ടുകാർ ഓപൈറൻ എന്ന് വിളിക്കുന്ന സ്ഥാപനം. ലോകത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മോഡേണായ ഓപ്പറ ഹൗസ് ഇതാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഓപ്പറ ഹൗസും ഇതുതന്നെ. 37 കോടി US$ അതിന്റെ നിർമ്മാണ ചെലവ്. 2001 ഇതിന്റെ പണികൾ തുടങ്ങിയത്. ഞാൻ 2001 ഇവിടെ വരുമ്പോൾ ഈ ഓപ്പറ ഹൗസിന്റെ പണി നടക്കുന്നത് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. 2004 പണികൾ പൂർത്തിയായിരുന്നു. 2005 ജനുവരിയിൽ ഉദ്ഘാടനവും നടന്നു. ഡെൻമാർക്കിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയും ലോജിസ്റ്റിക് കമ്പനിയുമായ മേഴ്സ്കിന്റെ ഉടമകളാണ് ഈ ഓപ്പറ ഹൗസ് നിർമ്മിച്ചു നൽകിയത്. പ്രശസ്തനായ ഡാനിഷ് വാസ്തുശില്പി ഹെന്നിംഗ് ലാർസൻ ആയിരുന്നു മുഖ്യ ആർക്കിടെക്ട്. 1700 സീറ്റുകളുള്ള ഓപ്പറ ഹൗസാണിത്. പ്രധാന വേദിക്ക് പുറമെ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട 5 വേദികൾ കൂടിയുണ്ട് അതിനുള്ളിൽ. വീണ്ടും പോകുമ്പോൾ കനാലിന്റെ ഇരുവശത്തും ചരിത്ര മന്ദിരങ്ങളാണ് കാഴ്ച. അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന പുകക്കുഴലോട് കൂടിയ ആ കെട്ടിടം ഒരു പവർ ഹൗസാണ്. എന്നാൽ വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല അത്, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. കോപ്പൻ ഹിൽ എന്നാണ് അതിന്റെ പേര്. മല പോലെ ഒരു ചെരിഞ്ഞ രൂപമാണ് കെട്ടിടത്തിന്. ഒരു ഉല്ലാസ കേന്ദ്രം കൂടിയാണത്. സ്കീറണ്ണിനുള്ള സൗകര്യം, ഹൈക്കിംഗ് ട്രെയിൽ, ക്ലൈംബിംഗ് വാൾ, വലിയൊരു ഉദ്യാനം എന്നിവയൊക്കെയുണ്ട് അതിൽ. മേഴ്സ്ക് എന്ന ലോകത്തെ വമ്പൻ കപ്പൽ കമ്പനിയുടെ ആസ്ഥാനമാണിത്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ നേവിയുടെ കപ്പലുകൾ കിടക്കുന്ന ഒരു ഭാഗത്തേക്കെത്തുന്നു. ദ ഷിപ്സ് ഓൺ ഹോൾമൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരു യുദ്ധക്കപ്പലാണ് പ്രധാന കാഴ്ച. അതിപ്പോൾ ഒരു ആർമി മ്യൂസിയമാണ്. 1990 വരെ സൈനിക ഉപയോഗത്തിലുണ്ടായിരുന്ന കപ്പലാണത്. ഇക്കാണുന്നതാകട്ടെ ദ ഹെഡ് ഗാർഡ് എന്ന കെട്ടിടവും. കറുത്ത മേൽക്കൂരയും ഒരു കിരീടവുമുള്ള കെട്ടിടം. അതിന് പിന്നിൽ നേവിയുടെ കാര്യാലയങ്ങളും മറ്റുമായി നിരവധി കെട്ടിടങ്ങൾ. ഹോൾമൻ എന്നത് ചെറിയ ദ്വീപുകളുടെ ഒരു സമൂഹമാണ്. ഇവിടം പൂർണ്ണമായും നേവിയുടെ കൈവശമാണുള്ളത്. റോയൽ നേവൽ ബേസ്, ഡോക്യാർഡുകൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട്. ഇക്കാണുന്നതെല്ലാം നേവിയുടെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ തന്നെ. അത് പിന്നിട്ടു പോകുമ്പോൾ ജലത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ പോലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം. ഈ മഞ്ഞ ബോട്ട് ഇവിടുത്തെ വാട്ടർ ടാക്സിയാണ്. ഇപ്പോൾ കോപ്പൺ ഹിൽ എന്ന കെട്ടിടം കൂടുതൽ വ്യക്തമായി കാണാം. 25 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട് അതിന്. നഗരമാലിന്യത്തിൽ നിന്നുമാണ് ആ പവർ ഹൗസിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. നേവിയുടെ ഡോക്യാർഡും മറ്റുമുള്ള സ്ഥലത്ത് ഒരു സബ്മറൈനും ഉയർത്തിവെച്ചിട്ടുണ്ട്. HDMS സീലൻ എന്ന മുങ്ങിക്കപ്പലാണ്. മേഴ്സ്കിന്റെ ആസ്ഥാനത്തോട് ചേർന്ന് തന്നെ അവരുടെ തന്നെ വലിയൊരു കെട്ടിടമുണ്ട്. ലോജിസ്റ്റിക് മേഖലയിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണിത്. പോർട്ട് ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വെയർഹൌസിംഗ് തുടങ്ങി പല വിഭാഗങ്ങളിലായി ഇവരുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്നു. എയർ കാർഗോ ബിസിനസ്സുമുണ്ട് മേഴ്സ്കിന്. ബോട്ട് ഒരിക്കൽ കൂടി ഓപ്പറ ഹൗസിനടുത്തേക്കെത്തുന്നു. റോയൽ ഡാനിഷ് തിയേറ്റർ പൊളിച്ച സ്ഥലത്ത് ഉണ്ടാക്കിയ ഓപ്പറ ഹൗസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡാനിഷ് രാജകുടുംബത്തിന് പഴയ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ആദരവുകളും ഇവിടെയും ലഭിക്കും. ഇതാണ് കോപ്പൻഹേഗനിലെ റോയൽ പാലസ്. മധ്യത്തിൽ പള്ളി. അതിന്റെ 2 ഭാഗത്തും കാണുന്നത് കൊട്ടാരക്കെട്ടുകളാണ്. ശരിക്കും 4 കെട്ടിടങ്ങളുണ്ട് അവിടെ. നേരത്തെ പോയ വഴിയിലൂടെ തിരികെ വരികയാണ് ബോട്ട്. ഇക്കാണുന്നത് പാപ്പിറോൺ എന്ന സമുച്ചയമാണ്. വീണ്ടും ഒരിക്കൽ കൂടി പെർഫോമിംഗ് ആർട്സ് തിയേറ്ററിനരികിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് തിയേറ്റർ കൂടുതൽ അടുത്ത് കാണാം. ദ പ്ലേ ഹൗസ് എന്ന തിയേറ്റർ. അവിടെ നിന്നും പാപ്പിറോണിന്റെ ഒരു ഭാഗത്തുകൂടി കിടക്കുന്ന മറ്റൊരു കനാലിലേക്ക് തിരിഞ്ഞു. അപ്പാർട്ട്മെന്റ് യൂണിറ്റുകൾ, ഓഫീസ് സമുച്ചയങ്ങൾ, വലിയ ഹോട്ടലുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഫുഡ് കോർട്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു വമ്പൻ സമുച്ചയമാണ് ഇപ്പോൾ പേപ്പർ ഐലൻഡിലുള്ളത്. കനാൽ തീരത്ത് പ്രൊമനേഡും അതിൽ നീളൻ ബെഞ്ചുകളുമെല്ലാമുണ്ട്. ബെഞ്ചുകളിൽ ധാരാളം ആളുകൾ വന്നിരിക്കുന്നു. പേപ്പർ ഐലൻഡിലെ പഴയ കുറെ കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതിന്റെ ചുമരുകൾ ഗ്രാഫിറ്റി വർക്കുകൾ കൊണ്ടൊക്കെ ചെറുതായി വൃത്തികേടാക്കിയിരിക്കുന്നു. കനാലിന് അഭിമുഖമായ കുറെ വീടുകളാണ് ഇവിടെയുള്ളത്. രസകരമായ ആർക്കിടെക്ചറുള്ള കെട്ടിടങ്ങൾ.
വെനീസിലേതുപോലെ കെട്ടിടങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കി പണിതിരിക്കുന്നു. ഇവർക്കൊന്നും CRZ നിയമങ്ങൾ ബാധകമല്ലേ എന്ന് സംശയം തോന്നും. നമ്മുടെ നാട്ടിൽ തീരദേശത്തെ നിർമ്മാണത്തിനെല്ലാം വലിയ നിബന്ധനകളാണല്ലോ. വികസിത നാടുകളിലേക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്ര കടുപ്പത്തിലുള്ളതും ശക്തവുമൊന്നുമല്ല. അവിടെ ഇതൊക്കെ അനുവദനീയമാണ്. വെള്ളത്തിലേക്ക് പരമാവധി ഇറക്കി കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു. അങ്ങിങ്ങായി തലങ്ങും വിലങ്ങും പാലങ്ങൾ. ആ പാലങ്ങളിലൂടെ ആളുകൾ നടന്നും സൈക്കിളിലും പോകുന്നത് കാണാം. തൂക്കുപാലങ്ങൾക്കടിയിലൂടെ വേണം ബോട്ടുകൾക്ക് പോകാൻ. ചില പാലങ്ങൾക്ക് അത്യാവശ്യം ഉയരമുണ്ട്. എന്നാൽ ചിലതിന് ഉയരം നന്നേ കുറവാണ്. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966000. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ക്രിസ്ത്യൻസ് ഹാവനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇരുവശത്തും നിരവധി യോട്ടുകൾ നിരന്നു കിടക്കുന്നത് കാണാം. ഇതെല്ലാം ആധുനിക ബോട്ടുകളും യോട്ടുകളുമാണ്. അതീവ സമ്പന്നരുടെ ജലവാഹനങ്ങൾ. സമ്പന്നരുടെ വാസയിടമാണ് ക്രിസ്ത്യൻസ് ഹാവൻ പ്രദേശം. നീളമേറിയ ഒരു കനാലാണിത്. ക്രിസ്ത്യൻസ് ഹാവൻ എന്ന പേരിനർത്ഥം ക്രിസ്ത്യൻ രാജാവിന്റെ ഹാർബർ എന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ നിരവധി ആർട്ടിഫിഷ്യൽ ഐലൻഡുകൾ ഇവിടെയുണ്ട്. അന്ന് ഡെൻമാർക്ക് ഭരിച്ചിരുന്ന ക്രിസ്ത്യൻ 4-ാമൻ രാജാവാണ് അവയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഡച്ച് നഗരങ്ങളുടെ മാതൃകയിൽ സമ്പന്ന വ്യാപാരികൾക്ക് വേണ്ടി ഒരു സ്വതന്ത്രമായ ടൗൺ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രാജാവ് ഈ പ്രദേശം വികസിപ്പിക്കുകയായിരുന്നു. ഡച്ചുകാരെ പോലെ തന്നെ ജലവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് കോപ്പൻഹേഗൻ നിവാസികളും. ഒരു കാലത്ത് റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്നാട്ടുകാർ കനാലിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. വലിയ പായ്ക്കപ്പലുകളിൽ ഈ കനാലുകളിലൂടെ കടലിലേക്കെത്തി അവിടെ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപാരത്തിനായി അവർ പോയി. ക്രിസ്ത്യൻസ് ഹാവനിലൂടെ പോകുമ്പോൾ പ്രധാനമായും 3 പാലങ്ങളാണ് കടക്കാനുള്ളത്. തല മുകളിലിടിക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലത് കോൺക്രീറ്റ് പാലങ്ങളാണ്. പാലം കടന്നു ചെല്ലുമ്പോൾ തീരത്തൊരു ഭാഗത്ത് ചർച്ച് ഓഫ് അവർ സേവ്യറിന്റെ പിരിയൻ ഗോപുരം കാണാം. മനോഹരമായ ഒരു നിർമ്മിതിയാണത്. പക്ഷേ വിശദമായി അത് കാണാൻ പറ്റിയില്ല. കനാലിന്റെ ഒരു വശത്ത് ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരുക്കിയിരിക്കുന്നു. മറ്റൊരു പാലത്തിന് ചുവട്ടിലേക്കെത്തി. 4 നോട്ട്സിൽ കൂടുതൽ വേഗതയിൽ പോകരുതെന്ന് അതിൽ ബോർഡുണ്ട്. ഇതിനടിയിലൂടെ പോകാൻ നന്നേ കുനിഞ്ഞിരിക്കണം. തലമുട്ടാൻ വലിയ സാധ്യതയുണ്ട്. എല്ലാവരും മുന്നോട്ടാഞ്ഞ് ചെരിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പലരും കുട്ടനാട്ടിലും കൊച്ചിയിലെ കനാലുകളിലുമൊക്കെ പാലത്തിന് ഉയരം കുറവാണെന്ന് പരാതി പറയാറുണ്ടല്ലോ. ഹൈറ്റ് കുറഞ്ഞ പാലമുള്ളിടത്ത് ഇങ്ങനെ ചില വിദ്യകളുണ്ട്. ബോട്ടിന്റെ ഉയരം കുറച്ചും അതിൽ കയറുന്നവർക്ക് കുനിഞ്ഞിരിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയുമൊക്കെയാണ് ഇവിടെ കനാലിലൂടെ സർവീസ് നടത്തുന്നത്. അത് കഴിഞ്ഞതോടെ കുനിഞ്ഞുകിടന്നിരുന്നവരെല്ലാം നിവർന്നിരുന്നു. ഇവിടെയും നിരവധി ബോട്ടുകൾ തന്നെയാണ് കാഴ്ച. പല രൂപമുള്ള പല വലിപ്പമുള്ള ബോട്ടുകൾ. ഇതെല്ലാം നഗരവാസികളുടേത് തന്നെയാണ്. ഇപ്പോൾ ശാന്തവും മനോഹരവുമായ കനാലുകളാണെങ്കിലും ഒരു കാലത്ത് വലിയ യുദ്ധനീക്കങ്ങൾ കണ്ടിട്ടുള്ള ജലാശയങ്ങളാണ് കോപ്പൻഹേഗനിലേത്. ഇവിടെ വെച്ച് ബോട്ട് വീണ്ടും ഒന്ന് തിരിയുകയാണ്. ഒരു കനാലിലൂടെ നേരെ വന്ന് ഇവിടെ വെച്ച് തിരിഞ്ഞ് ഇനി മെയിൻ കനാലിലേക്ക് കയറാൻ പോകുന്നു. ഇരുഭാഗത്തും കാണുന്നതെല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ്. ചെറിയ കയാക്കുകൾ അടുക്കി വയ്ക്കുന്ന ഷെഡാണിത്. നിരവധി പള്ളികളും ചരിത്ര നിർമ്മിതികളുമുള്ള നഗരമാണ് കോപ്പൻഹേഗൻ. എന്നാൽ വാട്ടർ ഫ്രണ്ടിൽ കൂടുതലും അപ്പാർട്ട്മെന്റുകളാണ് കാണുന്നത്. 1500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടിന് ഇന്ത്യൻ രൂപയിൽ 16 കോടിയിലേറെ വരും ഇവിടുത്തെ വില. ഇപ്പോൾ മുന്നിൽ ഒരു പാലമുണ്ട്. കപ്പലിന്റെ പായ്മരം പോലുള്ള നിർമ്മിതിയൊക്കെയുള്ള ഒരു പാലം. ദി സർക്കിൾ ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര്.
2015 നിർമ്മിച്ച പാലമാണത്. സൈക്കിൾ യാത്രക്കാർക്കും കാൽനടക്കാർക്കും മാത്രം സഞ്ചരിക്കാവുന്ന പാലം. ഐസ്ലാൻഡുകാരനായ ഒലാഫർ എലിയാസൺ ആണ് അതിന്റെ ആർക്കിടെക്ട്. അതും കടന്ന് ബോട്ട് പ്രധാന കനാലിലേക്ക് ചെന്നിറങ്ങുന്നു. നേരെ മുന്നിൽ കാണുന്നത് ലൈബ്രറി കെട്ടിടമാണ്. അതിന്റെ മുന്നിൽ വെച്ച് ബോട്ട് ഒന്ന് വട്ടം കറങ്ങി. ഈ ഭാഗത്തൊക്കെ പല കെട്ടിടങ്ങളും മോഡേൺ ആണ്. ഞങ്ങൾ പിന്നിട്ട സർക്കിൾ ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതിന്റെ ഇടതുവശത്ത് മോഡേൺ കെട്ടിടങ്ങൾ, വലതുവശത്താകട്ടെ പരമ്പരാഗത ശൈലിയിലുള്ള കെട്ടിടങ്ങളും. അതാണ് ക്രിസ്ത്യൻ ഹാവൻ പ്രദേശം. ഇവിടെ വിചിത്ര രൂപമുള്ള ഒരു കെട്ടിടമുണ്ട്. ബ്ലോക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ സെന്ററാണ് ബ്ലോക്സ്. ഡാനിഷ് ആർക്കിടെക്ചർ സെന്റർ എന്നാണ് അതിന്റെ ശരിക്കും പേര്. നഗരത്തിലെ ആർക്കിടെക്ചർ, ബിൽഡിംഗ്, അർബൻ ഡെവലപ്മെന്റ് എന്നിവ സംബന്ധിച്ച് നിരന്തരമായ ക്ലാസുകളും സെമിനാറുകളും നടക്കുന്ന ഇടമാണ് ബ്ലോക്സ്. കോപ്പൻഹേഗനിൽ ഇന്ന് കാണുന്ന ആധുനിക കെട്ടിടങ്ങൾ പലതും രൂപപ്പെടുന്നതിൽ ബ്ലോക്സിന് വലിയ പങ്കുണ്ട്. റിയൽ ഡാനിയ എന്ന പ്രൈവറ്റ് ആർക്കിടെക്ചറൽ അസോസിയേഷനും ഡാനിഷ് ഗവൺമെന്റും ചേർന്നാണ് ബ്ലോക്സ് നടത്തുന്നത്. അവിടെ നിന്ന് വീണ്ടും മറ്റൊരു പാലത്തിന്റെ ചുവട്ടിലേക്കെത്തുന്നു. ഉരുക്കു പാലമാണ്. തലകുനിച്ചിരുന്ന് ആ പാലവും കടക്കുന്നു. തെളിഞ്ഞ കനാൽ ജലം, അതിൽ അരയിടങ്ങൾ നീന്തി തുടിക്കുന്നു. ഈ കാണുന്ന കെട്ടിടം റോയൽ ബ്രൂ ഹൗസ് ആയിരുന്നു. കൊട്ടാരത്തിലേക്ക് വേണ്ടി വൈൻ ഉണ്ടാക്കുന്ന ബ്രൂവറി. 1608 നിർമ്മിച്ച കെട്ടിടമാണ്. ആദ്യകാലത്ത് ക്രിസ്ത്യൻ 4-ാമൻ രാജാവ് ഒരു സൈനിക താവളമായിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിനെ ബ്രൂവറിയാക്കി മാറ്റുകയായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ കടന്നു പോകുന്ന കനാലിന്റെ വലതുവശത്ത് ദ്വീപാണ്. ആ ദ്വീപിലാണ് കോപ്പൻഹേഗനിലെ പ്രധാനപ്പെട്ട പല മ്യൂസിയങ്ങളും പാർലമെന്റുമെല്ലാം ഉള്ളത്. ഏറെ ചരിത്രമുള്ള ഒരു ദ്വീപാണത്. കനാലുകളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്. അതിന്റെ തീരം ചേർന്ന് ഇത്തരത്തിലുള്ള ചില ബോട്ടുകൾ കിടക്കുന്നുണ്ട്. പഴയ രീതിയിലുള്ള ബോട്ടുകളാണ്. ടൂറിസം ആക്ടിവിറ്റികൾക്കും പാർട്ടികൾക്കും മറ്റിവന്റുകൾക്കുമെല്ലാം ഇപ്പോൾ ഇത്തരം ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വലതുവശത്ത് കാണുന്നത് ക്രിസ്റ്റ്യൻസ്ബർഗ് പാലസിന്റെ അനുബന്ധമായ നിർമ്മിതികളാണ്. ഡാനിഷ് പാർലമെന്റ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഡെൻമാർക്കിന്റെ സുപ്രീം കോടതി എന്നിവയൊക്കെ ഈ കൊട്ടാരത്തിന്റെ ഓരോരോ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഭാഗത്ത് രാജാവിന്റെ വാസയിടമാണ്. റോയൽ റിസപ്ഷൻ റൂംസ്, റോയൽ പാലസ് ചാപ്പൽ എന്നിവയും രാജാവിന്റെ കുതിരലായവുമെല്ലാം ഈ സമുച്ചയത്തിലാണുള്ളത്. കൊട്ടാരത്തിന്റെ രൂപത്തിന് ചേർന്ന ഒരു പാലം, അതിന് ചുവട്ടിലൂടെയും ബോട്ട് കടന്നുപോയി. കാസിൽ ഐലൻഡിന് ചുറ്റുമുള്ള കനാലുകളിൽ 5 പ്രധാന പാലങ്ങളുണ്ട്. അതിലൊന്നാണിത്. അക്കാണുന്നതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മുന്നിൽ വേറൊരു പാലമുണ്ട്. സ്റ്റോം ബ്രിഡ്ജ് എന്നാണ് ഇതിന്റെ പേര്. അതിങ്ങനെ കാണുമ്പോൾ ആ കമാനത്തിനുള്ളിലൂടെ ബോട്ട് കടന്നു പോകുമോ എന്ന് സംശയം തോന്നും. അതിലെവിടെയും തട്ടാതെയും മുട്ടാതെയും പോവുകയാണെങ്കിൽ ബോട്ടിന്റെ ഡ്രൈവർക്ക് ഒരു സമ്മാനം തന്നെ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു കയ്യടിയെങ്കിലും കൊടുക്കണം. 2-3 ഇഞ്ചേ ഉള്ളൂ ബോട്ടും ആ കൽക്കെട്ടും തമ്മിലുള്ള അകലം. പക്ഷേ എവിടെയും ചെറുതായൊന്നും മുട്ടുക പോലും ചെയ്യാതെ സ്റ്റോം ബ്രിഡ്ജിന് ചുവട്ടിലൂടെ കൃത്യമായി ബോട്ട് ഓടിച്ചു പോകുന്നു ഡ്രൈവർ. ഇതൊക്കെയാണ് ബോട്ട് ഡ്രൈവറുടെ സ്കിൽ. ബോട്ടിലുള്ളവർ പരമാവധി ചുരുണ്ടുകൂടിയാണിരിക്കുന്നത്. കമാൻ ആകൃതിയിലായതിനാൽ സൈഡിലേക്കെത്തുമ്പോൾ പാലത്തിന്റെ ഹൈറ്റ് വീണ്ടും കുറയുന്നു. അതിനാൽ സൈഡിലിരിക്കുന്ന ഞാനൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, ബോട്ട് ഒരിടത്തും തട്ടുകയോ ഉരയുകയോ ചെയ്തില്ല. അങ്ങനെ ആ പാലവും കടന്നു. സീറ്റിൽ ചുരുണ്ടുകൂടി കിടന്നവരൊക്കെ എഴുന്നേറ്റു. പാലം കടന്നാൽ ഉടനെ 90 ഡിഗ്രിയിൽ ബോട്ട് ഒന്ന് തിരിയണം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളണമെന്ന് ഗൈഡ് പറഞ്ഞു. സ്റ്റോം ബ്രിഡ്ജ് കടന്ന് 90 ഡിഗ്രിയിൽ ബോട്ട് ഒന്ന് തിരിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും യാത്ര. ഈ കനാലുകളിലൂടെയെല്ലാം ചുറ്റിപ്പോകുന്നത് പാലസിനെ തന്നെയാണ്. വലതുഭാഗത്ത് ഇക്കാണുന്നത് ക്രിസ്റ്റ്യൻസ്ബർഗ് പാലസിന്റെ ഒരു ഭാഗമാണ്. അവിടെയാണ് ഇപ്പോൾ ഡെൻമാർക്കിന്റെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത്. വലിയ ഗോപുരത്തോടുകൂടി കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള കെട്ടിടം. അതിനിപ്പുറം കനാൽ തീരത്ത് ഓറഞ്ച് നിറമുള്ള ഒരു കെട്ടിടമുണ്ട്. തോർവാൾഡ്സെൻസ് മ്യൂസിയം എന്നാണ് അതറിയപ്പെടുന്നത്. ഒരൊറ്റ ശില്പിയുടെ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം എന്ന പ്രത്യേകതയുണ്ട് ഇതിന്. 18-19 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന ഡാനിഷ് ശില്പി
ബർട്ടിൽ തോൾവാർഡസിന്റെ വർക്കുകളാണ് ഇതിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരെ മുന്നിൽ ഒരു ഗോപുരം കാണാം. അതൊരു ആർട്ട് ഗാലറിയാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഗമ്മൽ സ്ട്രാൻഡ് എന്ന പ്രൊമനേഡിനടുത്തേക്ക് എത്തുന്നു. കനാൽ തീരത്തെ മനോഹരമായൊരു പ്രൊമനേഡ്. അവിടെ ഇട്ട ബെഞ്ചുകളിൽ ആളുകൾ വിശ്രമിക്കുന്നു. എത്ര സുന്ദരമായ ജീവിതമാണ് ഇവരുടേതെന്ന് തോന്നിപ്പോകും. കനാലിലൂടെ ഒഴുകുന്ന ബോട്ടുകളും കണ്ട് യാതൊരു ശല്യവുമില്ലാതെ അങ്ങനെ ഇരിക്കാം. പല ലെവലുകളിലായാണ് പ്രൊമനേഡ്. താഴെ നിന്ന് പടവുകൾ കയറി മുകളിലേക്ക് ചെന്നാലും പ്രൊമനേഡാണ്. വാഹനങ്ങളുടെ ശല്യമില്ല. സ്വച്ഛമായി ഏകാന്തമായി ഇരിക്കാം. ശരിക്കും ഗമ്മൽ സ്ട്രാൻഡ് വലിയൊരു പ്രദേശമാണ്. ഇപ്പോൾ ഗോപുരമുള്ള ആർട്ട് ഗാലറിയുടെ കൂടുതൽ അടുത്തേക്കെത്തുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഡെൻമാർക്കിലെ ഉന്നതനായ നേതാവും ബിഷപ്പുമായിരുന്ന അബ്സോളന്റെ പ്രതിമ ഒരു ഭാഗത്ത്. ഇക്കാണുന്നത് പാർലമെന്റിന്റെ ഒരു ഭാഗമാണ്. 1849 മുതൽ ഡെൻമാർക്കിന്റെ പാർലമെന്റ് സമ്മേളിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ആ വർഷമാണ് ഡെൻമാർക്കിൽ ഭരണഘടന നിലവിൽ വരുന്നത്. പൂർണ്ണ രാജാധിപത്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി മാറുന്നതും ആ വർഷമാണ്. 179 അംഗങ്ങളാണ് ഡെൻമാർക്കിന്റെ പാർലമെന്റിലുള്ളത്. 4 വർഷത്തിൽ ഒരിക്കലാണ് ഡെൻമാർക്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്രിസ്ത്യൻസ്ബർഗ് പാലസ് ആണിത്. അതിനു മുൻപിൽ ക്രിസ്ത്യൻ 9-ാമൻ രാജാവിന്റെ പ്രതിമ. കനാലിനാൽ ചുറ്റപ്പെട്ട കാസിൽ ഐലൻഡിന് സമീപത്തുകൂടി ഞങ്ങൾ സഞ്ചാരം തുടർന്നു.